അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ താഴെ ഇറക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഹോസ്റ്റലിന് മുകളിൽ നിന്നാണ് ഈ അവശിഷ്ടങ്ങൾ താഴേക്ക് ഇറക്കിയത്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ നൽകും ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും. വിഷ്ണു, അല്പസമയം മുൻപാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് ഇറക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം ഉണ്ടായത്. അവിടെ മെഡിക്കൽ കോളേജിന്റെയും ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ച് ഇറങ്ങിയത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് പൂർണ്ണമായി നീക്കം ചെയ്ത് കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, പൂർണ്ണമായും നീക്കം ചെയ്തതിന്റെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണത്. അത് ഏകദേശം 4 മണിക്കൂറോളം എടുത്ത് അവർ കൃത്യമായി ക്രെയിൻ ഉപയോഗിച്ച് കയറെല്ലാം ടൈ ചെയ്ത് വളരെ ശ്രദ്ധയോടുപൂർവ്വം നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അത് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നിന്നും താഴെ ഇറക്കി നിലത്ത് വെച്ചിരിക്കുകയാണ് ഈ വിമാനത്തിന്റെ ബാക്കി ഭാഗം. ഇടിച്ച അപകടം, അതായത് അപകടം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറി അതിന്റെ ഒരു വശം വിമാനം രണ്ടായി പിളർന്നു പോയിരുന്നു. അതിന്റെ മുൻവശം നിലത്ത് വീണിരുന്നു. അതിന്റെ പുറകുവശമാണ് ഈ ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ തങ്ങിയിരുന്നത്. അതാണ് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്. അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും നിർണായകമായ ഭാഗം ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളും വിദേശത്തു നിന്നടക്കം ഏജൻസികളും ഒക്കെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അവശിഷ്ടങ്ങളിലൊക്കെ വിശദമായ ഒരു പരിശോധനയൊക്കെ നടത്തും. അതുകൊണ്ട് ഇത് എത്രയും ശ്രദ്ധാപൂർവം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയാണ് അടുത്തതായി സ്വീകരിക്കുക. എന്തായാലും ആ വിമാനത്തിന്റെ ബാക്കി ഭാഗം താഴെ ഇറക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ ഹോസ്റ്റൽ പൂർണ്ണമായും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ വിമാനം അവിടെ ഇരുന്നാൽ ഈ ഹോസ്റ്റൽ പൂർണ്ണമായും, അതൊരു വലിയ ഹോസ്റ്റലാണ്, അത് പൂർണ്ണമായും ഇടിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് വീഴും. തൊട്ടടുത്ത് വേറെ താമസിക്കുന്ന ഹോസ്റ്റലുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി ഇത് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചത്. അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ആ വിമാനം അവിടെ ഇരുന്ന് നമ്മളിന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിമാനം ഈ ഹോസ്റ്റലിന്റെ മുകളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണിച്ചതെങ്കിൽ ഇപ്പോൾ അത് അവിടെ ഇല്ല. അത് നേരെ താഴെ ഇറക്കിയിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ച്. ഇനി അത് ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയിലേക്ക് ഉടൻ കടക്കും. ഉന്മേഷം, വിഷ്ണു, ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ തിരച്ചിൽ പരിശോധനയൊക്കെ ഇന്നും അവിടെ ഉണ്ടോ വിഷ്ണു? ഉന്മേഷ, ഇന്ന് രാവിലെയും പരിശോധനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മൃതദേഹാവശിഷ്ടങ്ങളോ ഒക്കെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു പരിശോധന. ഇന്നൊരു മൃതദേഹം കിട്ടുകയായിരുന്നു. ഇന്ന് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ബാക്കി ഭാഗം താഴെ ഇറക്കിയിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചാണ് താഴെ ഇറക്കിയത്. ഇനി അത് പഠന വിധേയമാക്കും, അന്വേഷണ വിധേയമാക്കും. ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ എററൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അത് ഇവിടെ നിന്ന് അടുത്ത ഏജൻസികളുടെ അടുത്തേക്ക് മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കെട്ടിടം പൂർണ്ണമായത്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കെട്ടിടത്തിലാണ് അപകടം സംഭവിച്ചത്. ആ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ ഫ്ലൈറ്റ്. വളരെ അപ്രതീക്ഷിതമായൊരു അപകടം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ പൈലറ്റ് ഈ അപായ സൂചന നൽകിയിരുന്നെങ്കിലും പക്ഷേ അതിന് റിപ്ലൈ നൽകാൻ അവിടെ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് സാധിച്ചില്ല. അതിനിടയിൽ അപകടം സംഭവിക്കുകയും ചെയ്തു. രാജ്യമൊന്നാകെ, ലോകമൊന്നാകെ നടുങ്ങിയ അപകടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വിമാനാപകടം. അതിൽ അന്വേഷണമൊക്കെ കാര്യമായി നടക്കുന്നുണ്ട്. വിവിധ ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒപ്പം ബോയേജുമായി ബന്ധപ്പെട്ട് വിവിധ പരിശോധനകളൊക്കെ നടത്തണമെന്ന് ഇതിനോടകം തന്നെ ഏവിയേഷൻ വിഭാഗം റിലീസൊക്കെ ഇറക്കി, ഉത്തരവിറക്കിയിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ നടപടികളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടത്തിൽ ബാക്കി അവശേഷിച്ചിരുന്ന ആ വിമാനത്തിന്റെ പ്രധാനപ്പെട്ട പുറകുവശം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ വശം താഴേക്ക് ഇറക്കി ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നത് വാഹന മുഖാന്തരം മറ്റിടങ്ങളിലേക്ക് മാറ്റും. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.